Marco. Oh my god, handsome hunk. വയലൻസ് കൊണ്ടൊരു ആറായിട്ടാണ് KGF എടുത്ത് വെച്ചേക്കണം മലയാളത്തില്. അതുകൊണ്ട് ഒരു പോക്ക് അങ്ങോട്ടങ്ങ് പോകും. ചോര തെറിക്കണ കാണണം. ഏറ്റവും വലിയ ബ്രൂട്ടൽ സിനിമ സീൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഉണ്ണിമോഹന്റെ ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. പൈസ വെറുത്ത സിനിമ കിട്ടില്ല. വയലന്റ് പടം പൊളിയാണത്, മുത്താണത്, വേറെ എല്ലാവരാണത്. പക്ഷെ തിയേറ്റർ മസ്റ്റ് വാച്ച്. ലേഡീസ് ഓഡിയൻസിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഡൈജസ്റ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ പല നമ്മൾ ഉണ്ണിമൂന്തൻ കരിയറിൽ പുള്ളി ചെയ്തിരിക്കുന്ന ആക്ഷൻ കുറെ നാൾ കൊണ്ട് ഉണ്ണിമൂന്തൻ ആക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു മലയാളം ആക്ടർ ഇത്രത്തോളം ഒരു സ്വാഗ് ഉള്ള ആക്ടർ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് പറഞ്ഞ പോലെ വയലൻസ് കൊണ്ടൊരു ആറായിട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി. ചില വയലൻസ് കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇത്രത്തോളം താങ്ങാൻ പറ്റുന്നില്ല. ഈ സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ്, ഒരു ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഇതൊരു സ്റ്റോറി റിലേറ്റഡ് മൂവി അല്ല. അപ്പൊ ആ മെന്റാലിറ്റിയുള്ള ആൾക്കാർ ഈ സിനിമ ഉണ്ടാക്കിയ കാര്യമുള്ളൂ. പിന്നെ 18 വയസ്സുള്ള താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയെ കാണിക്കുന്നത്. എത്ര പേരെ കൊല്ലുന്ന അവർക്ക് തന്നെ കണക്കുണ്ടോന്ന് അറിയുള്ളൂ. കാരണം കാണുന്നവരൊക്കെ കൊല്ലുവാണ്. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഉണ്ണിമൂന്തന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം തന്നെയാണ്. പലവർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ ഒരു സ്വാഗ് സിനിമയ്ക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫൈറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫൈറ്റിംഗ് ആണ്. അപ്പം അതാ പറഞ്ഞത്, ഇതിനകത്തൊരു സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പൊ നിങ്ങൾ ജഗദീഷ് പുള്ളി ആക്ച്വലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞത്രയ്ക്കുള്ള ഒരു സാധനം പുള്ളിക്കിനകത്ത് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം പുള്ളി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഷ്വലി മൈൻഡ് ബ്ലോയിങ് ആണ് ആക്ച്വലി. വിഷ്വലി കാണുന്ന വെച്ചാൽ വിഷ്വൽ എടുത്തിരിക്കുന്ന ഒരു നമ്മളൊരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് മൂവീസ് കണക്കാണ്. കാരണം ഫുൾ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമൂന്തൻ ആക്ച്വലി നല്ലൊരു ഇച്ചിരി കൂടെ ഒരു ടോപ്പ് ലെവലിൽ പോകേണ്ട ഒരു ആക്ടറാണ്. അപ്പൊ പുള്ളിയെ നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ ഫേസ് വാല്യൂ ആണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളെല്ലാ സിനിമാ മുഖങ്ങളുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ അതിനു വേണ്ടിയാണ് വന്നത്. ചെറുതിൽ ചോദ്യങ്ങളുണ്ടോ? അടിപൊളി. കത്തിച്ചോ? ഒന്നും പറയണ്ട. അനീഫ തന്നെ മറുപടി കൊടുത്ത് ചോര കൊണ്ട്. എടാ ഒരു KGF എടുത്ത് വെച്ചേക്കണം മലയാളത്തില്. അതാണ് സംഭവം. മൊത്തം വയലൻസ്, കണ്ണ് അടച്ച പടം കാണാൻ പറ്റുള്ളൂ. മൊത്തം ചോരക്കളി, വെടിവെപ്പും വെട്ടുകുത്തും മാത്രം. പക്ഷെ പടം വന്ന് തിയേറ്ററിൽ കണ്ട മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണ പടം. തിയേറ്ററിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ബാഡായിട്ട് ഫീൽ ചെയ്യും. സൂപ്പർ പടം. തിയേറ്ററിൽ വന്ന് തന്നെ ഈ പടം കാണണം, എന്നാലേ അതിന്റെ ഒരു ഇത് കാണുള്ളൂ. ഉണ്ണിമൂന്തനാണെന്ന് പറയൂല, അത് കയറി കണ്ടാൽ തന്നെ അറിയുള്ളൂ. ഉണ്ണിമൂന്തൻ അല്ല, വേറെ ആരും അഭിനയിച്ച പോലെ ഇരിക്കുന്നത്. ഉണ്ണിമൂന്തൻ മുഖം മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ണിമൂന്തനാണ് ശരിക്കും അഭിനയിച്ചിരുന്നത്. പടം ഒരു പോക്ക് അങ്ങോട്ടങ്ങ് പോകും. ചോര തെറിക്കണ കാണണം. ജഗദീഷിന് നല്ല സൂപ്പറായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രവി ബസൂറിന്റെ ബീജ് നല്ല സൂപ്പറായിട്ട് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വയലൻസ് ഉണ്ട്. ഏറ്റവും വലിയ ബ്രൂട്ടൽ സിനിമ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബ്രൂട്ടൽ. ചില സീനൊക്കെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞാൽ കണ്ടോണ്ടിരിക്കും. അത്ര അടിപൊളി. പുള്ളി അത്ര ഇതായിട്ടില്ല. തിയേറ്റർ തന്നെ വന്ന് കാണുക. ഓക്കെ, ശരി. ഫൈറ്റ് സീൻസ് ആണ്. ചില സീൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു കില്ലൊന്നും ഇല്ലേ. കില്ലൊന്നും വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല അത്. ഈ സിനിമ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീൻ ഞാൻ കണ്ടാലും. അത് കില്ലും ഇതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ഫൈറ്റ് സീൻസ് ആണ്. ചില സീൻസൊക്കെ കാണാൻ നമുക്ക് തന്നെ ഇതായി പോകും. നല്ല സിനിമയാണ്. പ്രതീക്ഷ അതേ ഹൈപ്പ് തന്നെ ഈ സിനിമയ്ക്കുള്ളത്. ആരും മോശം പറയുന്നത് എന്തായാലും. അതൊക്കെ സൂപ്പർ സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പൈസ വെറുത്ത സിനിമ, കിട്ടില്ല സിനിമ. കില്ലെന്നും ഒന്നും അല്ല. ഒരു ട്രെയിലർ തരാത്തതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലർ തരാത്ത സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. കിട്ടില്ല സിനിമ പറഞ്ഞാൽ കിട്ടില്ല സിനിമ. ഈ ക്രിസ്മസ് മാർക്കോ കൊണ്ട് ഉറപ്പ്. അടിപൊളി പടം. നല്ല ഫുൾ ആക്ഷൻ, ഫുൾ വയലൻസ്. ഹനീഫ തനി അടിപൊളി. ഉണ്ണിമൂന്തൻ ഏറ്റവും വയലന്റ് പടം. അത്രേ പറയുള്ളൂ. കിടിലം സ്വാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് സ്വാഗ്. ഹോളിവുഡിൽ ആർക്കും സ്വാഗ് ഒരു രക്ഷയില്ല. കൊള്ളാം. പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു.
ഒരു രക്ഷയില്ല, അടിപൊളി പടം. ലൈക്ക് ഉണ്ണിമൂന്ന വന്ന് തിമിർത്തിട്ട് പോയി, ആ രീതിയിലുള്ള പടം, ലെവല് പടം, അടിപൊളി. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഉണ്ണിമുഖത്ത് തന്നെ വേറെ ലെവല് പടം. ലൈക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പടം ഇറങ്ങിയിട്ടില്ലെന്ന് വേണം പറയാം. KGF വെട്ടിക്കും മലയാളം ഇൻഡസ്ട്രിയിൽ. കിടക്കില്ല. സൂപ്പറോട് വെച്ചാൽ കില്ലില്ലേ, കില്ലിന്റെ അപ്പുറത്ത് അപ്പൻ ആലല്ലോടാ. സൂപ്പറോ. BP ഒക്കെ കുറയും സെക്കൻഡ് ഹാഫില്. ഫസ്റ്റ് ഹാഫ് നല്ല മാസ് കയറി എല്ലാവർക്കും കാണാൻ പറ്റും അത്യാവശ്യം. ആ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ പിന്നെ ഫുള്ള് ബ്ലഡ് ഇല്ല. ഒരു വെള്ളം കൊണ്ടുവരണേ BP മരിച്ചു. മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു. ഉണ്ണിമൂന്തനാണ് മെയിൻ ലീഡായിട്ട് നിന്നത്, അടിപൊളിയായിരുന്നു. മികായിലിന്റെ അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരു പക്ക വയലൻസ് പടം തന്നെയാണ്, കൊള്ളാം, അടിപൊളിയാണ്. ഉണ്ണിമൂന്നിട്ട് ഭയങ്കരമായ പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. പക്ഷെ ചിലവർക്ക് ഇത് പിടിക്കാൻ വരും. കാര്യം എന്നറിയാമോ, തമിഴന്മാരും തെലുങ്കന്മാരും കാണിച്ചാൽ മാത്രമേ വയലൻസ് വരുള്ളൂ. ഉണ്ണിമൂന്ന കാണിച്ച വയലൻസ് വരൂലേ, അടിപൊളി. സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു രക്ഷയില്ലാതെ അറിയാൻ ഭയങ്കര വയലൻസ് ആയിട്ടാ. മാർക്കോ സൂപ്പർ പടം കേട്ടാ, അടിപൊളി. എന്താ പിന്നല്ലാതെ BGM ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ലെവൽ, അടാറ് സാധനം. മലയാളത്തിൽ ഇത്രയും കഴിവുള്ളത് KGF കടയാണ്, കളത്തി വെട്ടയല്ലേ. പക്ഷെ ഡയറക്ടറിനെ സമ്മതിക്കണം. പിന്നെ പുള്ളിയായിരുന്നു നല്ല പടമാണ്. പക്ഷെ ഞാനിത് ഇങ്ങോട്ട് ഉണ്ണിമോഹന്റെ ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്, കട്ട ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ കൊള്ളാം. ഞാൻ പ്രസിഡന്റ് അല്ല, ഞാൻ സെക്രട്ടറിയാണ്, ഞാനാണ് ഉണ്ടാക്കാൻ പോണത്. ഇനി തൊട്ട് ഉണ്ണിമോഹന്റെ ഫാൻസ് ആണ്. ഇനി ഇവിടെ ഞങ്ങൾ ഇതുണ്ടാക്കും, ഫാൻസ് ഉണ്ടാക്കി ഫ്ലെക്സ് വയ്ക്കും. പക്ഷെ ഒരൊറ്റ എണ്ണം ഇവിടെ ഇല്ല കേട്ടോ, അതിലെനിക്ക് ഒരു വിഷമമുണ്ട്. ഉണ്ണിയേട്ടന്റെ കാര്യത്തിന് ഉണ്ണിയേട്ടന് അയ്യപ്പൻ മാത്രമല്ല, തനി ഡോണാണ്, അസുരൻ തനിയാണ് എല്ലാരും. പക്ഷെ അണ്ണന്റെ ഫാൻസുകാർ ഇല്ലെങ്കിലും പക്ഷെ അണ്ണൻ കണ്ടോണ്ടിരുന്നവരെ തിയേറ്ററിനകത്ത് ഭയങ്കര അത് ഗംഭീരമായിട്ട് കൈയടിപ്പിച്ചു. ഓരോ പക്ക ആക്ഷൻ സീനൊക്കെ, ആക്ഷനൊക്കെ പൊളി. അല്ല സ്റ്റോറി കളികൾ സ്ലോ മോഷൻ ആയിട്ട് പോകുന്നത് ഓരോ പണി. വയലൻസ് കഴിഞ്ഞാൽ അടാറ് വയലൻസ്. ഒരു തേങ്ങ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും, നിങ്ങളെ കൊണ്ട് ഓരോ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. കാണിക്കാൻ പറ്റാത്തത് പറയരുത്, കാണാൻ പറ്റാത്തത് പറയരുത്. പടങ്ങളില്ല ബ്രോ. ഉണ്ണിയാണെന്ന മാസ ഉണ്ണിയാണെന്ന മാസ വേണമെങ്കിൽ ഇപ്പൊ കാണിക്കാം. ഒരു സെക്കൻഡ് കാണിക്കോ? കാണിക്കാൻ പറ്റൂല. നമ്മുടെ ഉണ്ണിയാണെന്റെ ഒരു സംഭവമുണ്ട്. അയ്യോ പറയുമ്പോ സാറിനറിയോ അവരെന്റെ ശത്രുക്കളാണെന്ന്? അറിയോ? അതാണ് എന്റെ തികച്ചും ശത്രുക്കൾ. സാറിനറിയോ അവരെന്റെ ശത്രുക്കളാണെന്ന്? അറിയില്ല. ഉണ്ണിമോഹൻ അറിയാം. ഉണ്ണിമോഹൻ എന്നുള്ള ഫാൻസായി എനിക്കറിയാം. ഉണ്ണിമോഹൻ അടിപൊളിയാണെന്ന്, മുത്താണെന്ന്, വേറെ ലെവലാണെന്ന്. മാർക്കോ 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 സീനാണ് പൊളിയാണ്. 100 കോടി 80 കോടി അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. പക്ഷെ പടം നല്ല പടമാണ്. ചിലവന്മാര് പറഞ്ഞ് പറയും പടം കൊള്ളൂല അതാണെന്ന്. പക്ഷെ ആമാരെ കൊണ്ട് കാണിക്കാൻ പറ്റും. തിയേറ്ററിൽ നല്ല നിറഞ്ഞ കൈയടിയായിരുന്നു. ഇതാ ഉണ്ണിയായിട്ട് ഞാൻ കോസ്റ്റ്യൂം ഇട്ടുവരെ വന്നു. കാര്യം എന്താ അറിയുമോ, നമ്മളെ മലയാള നടന്മാരെ നമ്മളെ നല്ല രീതിയിൽ വളർത്തണം. കാര്യം പൃഥ്വിരാജിന്റെ പടമാണെങ്കിൽ അവരവരുടെ പടങ്ങളിൽ മാത്രമേ എല്ലാവരും സപ്പോർട്ട് ചെയ്യോളാം. ഉണ്ണിയാട്ടിന്റെ പടം അത് സപ്പോർട്ട് ചെയ്യൂലേ. അയ്യപ്പൻ മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അയാൾ ഭയങ്കര ഭക്തനാണെന്നും പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കി കൊന്നോളാം. പക്ഷെ അയാൾ അസുരന്റെ സ്വഭാവം കാണിക്കുക. അതാണ് ഈ സിനിമ. മാർക്കോ വേറെ ലെവലാണ്. ഞാൻ ഉണ്ണിയാണ് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയാലും ഞാൻ നല്ല നിറഞ്ഞ കൈയോടുകൂടി നല്ലൊരു ഉമ്മാണ് തരണം ഉണ്ണിയാട്ടനെ ഞാൻ കാണിപ്പിക്കാറ്. കാണണമെങ്കിൽ നോക്കൂ. നിങ്ങളെല്ലാരും കണ്ട ഉണ്ണിയാട്ടനെ കണ്ടിരിക്കും. ഒരു നല്ലൊരു എന്താ പറയാ, നല്ലൊരു സന്തോഷമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു ബ്രോ, പൊള്ളിയായിരുന്നു കേട്ടോ.
ലാലേട്ടത്തിന്റെ പടത്തിന് മൊട്ടയടിക്കുന്ന കേസ് ചിലപ്പോ പടം ഇന്റർവെല്ലിൽ നമ്മളെ ഇരുത്തി കളഞ്ഞ അത്രയ്ക്ക് സീന്. റോക്കി ഭായ് ഇല്ല തീർന്ന് ഉണ്ണിയേട്ടായി ഉണ്ണി ബ്രോ വേറെ ലെവല് ബ്രോ വേറെ ലെവൽ മാർക്കോ. അപ്പം ഉണ്ണിമൂന്ന് ഇങ്ങനെ വരുമ്പോ തന്നെ ഒരു സ്ക്രീൻ പ്രസൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോ കിടലാണ്. KGF ലെവൽ ഒട്ടും വരില്ല, അതാണ് പ്രതീക്ഷിച്ചത്. ഇത് വേറെ അനുമരൊന്നും വരില്ല. എന്നാലും ഇവിടെ മലയാളത്തിൽ ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പടം കൊള്ളാം. എന്നാലും മോസ്റ്റ് വയലൻസ് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോ ഭയങ്കരമാണ്, ഭയങ്കര ഡിസ്റ്റർബിങ് ആവും. ഫാമിലി കണ്ടിട്ട് ഒട്ടും പറ്റൂല. ഇല്ല വന്നിട്ടില്ല, ഒട്ടും വന്നിട്ടില്ല. ഇവിടെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ ഒരു പടം കൊള്ളാം. പെട്ടെന്ന് മനസ്സിലാകുന്ന അവര് വേറെ എനിക്ക് അറിയില്ല. പ്രതീക്ഷയുടെ വേറെ സിദ്ദീഖിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്, BGM ആണ്. കാര്യം ഓരോ മേക്കിങ് നല്ല മേക്കിംഗ് ആയിരുന്നു. കാര്യം സെക്കൻഡ് ഹാഫാണ് എല്ലാവരും പകർന്നാണ്. കാര്യം ഏറ്റവും ലാസ്റ്റ് തന്നെ ക്ലൈമാക്സ് തന്നെ സസ്പെൻസ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് അടുത്ത ഭാഗത്തിന് വേണ്ടി. പിന്നെ അടാറ് സാധനം ലാസ്റ്റ് കൊച്ചിനെ കാണുന്നില്ല, അതാണ് അതിനൊരു കഥ. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയാം. കാര്യം നിങ്ങളെ കാണാൻ വേണ്ടിയില്ല, കാര്യം എല്ലാവരും കൂടി കാണാൻ കണ്ടിട്ട് പറയണം. കാര്യം ഓരോ വയലൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ ദൈവമേ ഇതിന്റെ ഒരു വിളികൾ കേട്ടാ. നിങ്ങൾക്ക് ഇത്രയും കഴിവോടെ ഞാൻ വിചാരിച്ചില്ല കേട്ടാ. നമ്മളെ ഹനീഫ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ ഉണ്ട് കേട്ടാ, പുള്ളി വേറെ ലെവലിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ് കേട്ടോ. ക്യാമറ വിഷ്വൽസ് ഒക്കെ നല്ലതായിരുന്നു, അടിപൊളി സൗണ്ട് എഫക്ട്സ് ഒക്കെ എല്ലാം സെറ്റായിരുന്നു. നല്ല ഇതാണ്. കാര്യം പടം ആദ്യം ഇങ്ങനെ സ്ലോയിൽ പോവും, പിന്നെ ഒരു BGM വരും. കാണാനിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരും നിങ്ങളെ കണ്ട് തന്നെ നിങ്ങൾ അത് ആസ്വദിച്ച് കാണേണ്ട ഒരു പടമാണ്. പലതും പറയും. ഇപ്പൊ പുഷ്പ സിനിമ അവിടെ വിജയിച്ചു. പിന്നെ നമ്മുടെ കങ്കുവ സിനിമ കൊള്ളത്തില്ല, അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം. ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും. തെലുങ്കന്മാരാണെങ്കിൽ പിന്നെ ബാലയാണെങ്കിൽ പിന്നെ മറ്റേ ലോറി ഓടിച്ചുകൊണ്ട് 5-6 ട്രെയിനിന്റെ മേളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് മാസ്. അതല്ല, ഇത് വേറെ ലെവലാണ് ബ്രോ. ജോൺ വിക്ക് ഓഫ് മലയാള സിനിമ എന്ന് തന്നെ പറയണം. ജോൺ വിക്ക് ഓഫ് മലയാള സിനിമ അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. മാസീവ് സാധനം എന്ന് വെച്ചാൽ ഇത്രയും വയലൻസ് വേറൊരു മലയാളം മൂവി അല്ല. ഈവൻ ജോൺ വിക്കിൽ പോലും ഇത്രയും വരുന്നില്ല എന്നുള്ള തോന്നണം. അത്ര അല്ല, ഭയങ്കര കില്ല് മലയാള സിനിമയിൽ ഒരു ജോൺ വിക്കും കില്ലും വന്നിട്ടുണ്ടെന്ന് പറയണം. ഒരു രക്ഷയില്ലാത്ത മൂവി. ഹനീഫിക്ക അത് കറക്റ്റ് ആയിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് പ്രെഡിക്റ്റബിൾ ആണ്, അതൊന്നും നോക്കണ്ട. പടം എങ്ങനെ കീറി മുറിച്ച് നമുക്ക് കഥയായിട്ട് നോക്കണ്ട പടം. പക്ഷെ തിയേറ്റർ മസ്റ്റ് വാച്ച്. വേറൊരു വിഷ്വൽ ട്രീറ്റ് ആണ് സംഭവം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല, മാസീവ് സാധനം. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഇങ്ങനെ സാധനം കണ്ടില്ല. നമുക്ക് ചിലതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. ആ ലെവൽ സാധനമാണ് വന്നേക്കുന്നത്. കൊടൂരമായിട്ട് പടം. ഭയങ്കര വിഷയം. അഡ്രിനൽ റഷാണ്. നമുക്ക് ഇങ്ങനെ ബ്ലഡ് അടിച്ച് കയറാണ്. അഡ്രിനൽ റഷ് ഉണ്ണിമൂന്ന് എന്ന് പറഞ്ഞ ആൽഫ മെയിലിന്റെ ഫുൾ ഇത് കാണുന്നുണ്ട്. എന്നാ ലുക്കാന്ന് വെച്ചാൽ ബോഡി ഫിഗർ, ഫുൾ സ്വാഗ് സ്റ്റൈല്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും മാറും. ഭയങ്കര രസമുണ്ട്. ഉണ്ണിമൂന്നിന്റെ മൊത്തത്തിൽ പടം കുറച്ചുകൂടെ സ്ക്രിപ്റ്റോ റൈറ്റിംഗോ കൂടെ കുറെ കൂടെ ബെറ്റർ ആയിരുന്നു. ഈ സാധനം എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനമായതിനെ. ആ ഫസ്റ്റ് ഹാഫിന്റെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. അഡ്രിനൽ റഷാണ്. ഇപ്പൊ മാറുന്നില്ല, പമ്പായി കിടക്കുന്ന സാധനം. അന്ന് ഉണ്ണിമൂന്നിന്റെ വിളയാട്ടം താണ്ടവാട്ടമാണ് ഉണ്ണിമൂന്നിന്റെ. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിട്ട് കാണുന്ന ഒരുപാട് സീനുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഒന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. അത്രയും വയലൻസും ആണ്, അത്രയും ബ്ലഡ് ഷെഡും ആണ്. കംപ്ലീറ്റ് ബ്രൂട്ടാലിറ്റി. ഒരു ഭീകര ആൽഫ മെയിൽ ഓഫ് ഉണ്ണിമൂന്തൻ, അതാണ് ഇതിൽ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത സംഭവം. എല്ലാവരും മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ കാണാൻ ആരും മിസ് ചെയ്യില്ല. അത് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഫൈറ്റ്, ബ്ലഡ് മേക്കപ്പ്, എന്റെ അമ്മ ഇതൊക്കെ വേറെ ലെവൽ സാധനമാണ്. പിന്നെ മൊത്തത്തിൽ പറയാൻ നേരത്ത് റൈറ്റിംഗിൽ കുറെ പാളിച്ചകളുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണ്, ലാഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ല പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രെഡിക്റ്റബിൾ ഒക്കെയാണ് ക്ലൈമാക്സ്. ഇതെല്ലാം ആണെങ്കിലും ഈ പടം വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു മാസീവ് സാധനം. ഫുൾ വയലൻസ് ആണ്. സിനിമ രീതികൾ മാറിപ്പോകുന്നതായിട്ട്, അതായത് ബോഡി പൊളിറ്റിക്സ് പറയുക അല്ലെങ്കിൽ ഇതുപോലുള്ള വയലൻസ് വരുമ്പോൾ അതിനാണ് കൂടുതൽ ഓഡിയൻസുകളായിട്ട് തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി നമ്മളെ യുവാക്കൾക്ക് ഒരു അഡ്രിനൽ ഫോണിലൊക്കെ കണ്ടിട്ട് കൂടുതൽ ആളുകൾ വയലൻസ് കൂടുതലും നമ്മളെ ഇന്നത്തെ സമൂഹം കുറച്ച് മാറിപ്പോകുന്നത്. ഒരു അഡ്രിനൽ റഷ് വരുമ്പോൾ യുവാക്കൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇതിലധികം സ്റ്റോറി ഇല്ല. സ്റ്റോറി കുറച്ച് കുറവാണ്. നമ്മൾ കുറെ സീക്വൻസ് KGF പോലെയൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കണക്ട് വന്നിട്ടില്ല. കൊലപാതകം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അറിയില്ല, അതായത്
മാസം കാണിക്കാൻ വേണ്ടി മാസം കാണിച്ചുകൊണ്ട് ഓൾസോ വയലൻസ് മൂവിക്ക് നല്ലതാ, പക്ഷെ ഒരു 80% വയലൻസ് കാണിച്ചിട്ട് എന്തൊരു കാര്യം. നമ്മൾ ഈ തമിഴ് പാസ്സെന്ന് പറയും, ഫാമിലിക്ക് വേണ്ടി മാത്രം കൊന്ന് വിളിച്ച് ഒരു ഇല്ല, മോട്ടീവ് ഇല്ലാത്ത പോലെ എന്തിനും വേണ്ടേ ഒരു സാധനം. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇതില്ല, ഒരു എൻഗേജിങ് ഇല്ല. സെക്കൻഡ് ഹാഫ് കുറെ സാധനങ്ങൾ എടുത്തു വെച്ച് മേക്കിംഗ് എല്ലാം കൊള്ളാം. പക്ഷെ ആ ഒരു സാധനം ഞാൻ ഇതെല്ലാം കേട്ടത്, അത് ഞാൻ പിന്നെ എന്താ പറയുക, പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ കുറെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇതൊന്നും പറഞ്ഞില്ല. കുറെ രീതിയുണ്ട്. ഹനീഫ് അദീനെ ആണെങ്കിലും ഉണ്ണിമന്ദിരാണെങ്കിലും ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട് ക്ലൈമാക്സിൽ. പക്ഷെ പേഴ്സണൽ എന്തായാലും പറഞ്ഞേരെ ക്രിസ്മസ് വീഡിയോ എന്തായാലും ഇട്ടോ. ക്രിസ്മസ് ഇപ്പൊ മാർക്കന്മാരായിട്ട് ബില്ലേക്കായ നയൻതാരയൊക്കെ ഉണ്ട്. മാർക്കോസ് അമേസിംഗ്. പിന്നെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ BGMN ഫൈറ്റ്. ഓ മൈ ഗോഡ്, സൂപ്പർ ആയിരുന്നു കേട്ടോ BGMN ഫൈറ്റ്. ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ എൻഡ് അങ്ങനെ തന്നെയായിരുന്നു. ആക്ഷൻ ഓറിയന്റഡ് ടെറിഫിക്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വയലൻസ് കൂടുതലായതുകൊണ്ട് ലേഡീസ് ഓഡിയൻസിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഡൈജസ്റ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ പല സീൻസ് അതിനകത്തുണ്ട്. Like you have to must watch out, of course. Oh my god, handsome hunk. He's like adhe parayanullൂ. Action is very nice. And fight and BGM is like anything. Pinne Unni Mukundan onnum parayanilla. You have to watch it, guys. Of course, nice. Adivalayi. Nice.